ഹലോ, വെൽക്കം ടു കൈതപ്പുള്ളി ചാനൽ. ഇന്ന് കാളിക്കുട്ടി സഖാവ് കാളിക്കുട്ടി മന്ദിരത്തിൽ എടത്തുരുത്തി ലോക്കൽ കമ്മിറ്റിക്ക് കീഴിലുള്ള ബ്രാഞ്ചിലുള്ള മെമ്പർമാർക്കും പാർട്ടി ഗ്രൂപ്പ് മെമ്പർമാർക്കും പഠന ക്ലാസ് ഉണ്ടായിരുന്നു. അത് ഉദ്ഘാടനം ചെയ്തത് ഹെൽത്ത് സെക്രട്ടറി സഖാവ് സതീശനാണ്. എങ്ങനെ RSS അജണ്ടയെ കേരളത്തിൽ മതേതരത്വം എങ്ങനെ നിലനിർത്താം, എങ്ങനെ അതിനെ പ്രതിരോധിക്കാം എന്നുള്ള ക്ലാസ്സാണ് ഉദ്ഘാടനം ചെയ്തത്. വളരെ നല്ല രീതിയിലായിരുന്നു ക്ലാസ്. ഒരുപാട് സഖാക്കൾ പങ്കെടുത്തു. നമ്മളിലാണ്ടിരിക്കരുത്. മുന്നിലേക്ക് കയറി ഭാഗ്യം മുന്നിലുള്ള സഖാക്കളെ, നമ്മളുടെ പാർട്ടിയുടെ പഠന ക്ലാസ് ഒരു തുടർ പ്രവർത്തനമാണ്. അതിന്റെ ഭാഗമായി ഒക്ടോബർ 11 മികവാർന്ന തരത്തിൽ ശനിയാഴ്ച നമ്മളുടെ നല്ലൊരു ക്ലാസ് സംഘടിപ്പിച്ചു. അന്ന് 2 ക്ലാസ് ഉണ്ടായിരുന്നു. സഖാവ് PK ചന്ദ്രശേഖരൻ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിക്ക് മുമ്പാണ് ക്ലാസ് എടുത്തത്. അതോടൊപ്പം സഖാവ് ജ്യോതിപ്രകാശ് കഴിഞ്ഞ 11-ാം തീയതിയിലെ ക്ലാസ് എടുത്തു. 144 പേരാണ് പങ്കെടുത്തത്. ഇന്നിപ്പോ നമുക്ക് ഇവിടെ ക്ലാസ് എടുക്കാൻ എത്തിച്ചേർന്നിട്ടുള്ളത് പാർട്ടി വേമ്പനാട് ഹയർ സെക്കൻഡറി ഹൈസ്കൂളിലെ പ്രിൻസിപ്പളായി റിട്ടയർ ചെയ്ത VM കരീം മാഷാണ് നമുക്ക് വേണ്ടി ഇവിടെ ക്ലാസ് എടുക്കുന്നത്. സഖാവ് ചാലക്കുടി വെള്ളിക്കുളങ്ങര ലോക്കൽ കമ്മിറ്റി മെമ്പറാണ്. KSGയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് മെമ്പർ എന്ന നിലയിൽ അധ്യാപക പ്രസ്ഥാനത്തിന്റെ മികവാർന്ന പ്രവർത്തനം കാഴ്ചവെച്ച സഖാവ് VM കരീം മാഷാണ് നമുക്ക് വേണ്ടി ഇവിടെ ഇന്ന് ക്ലാസ് എടുക്കുന്നത്. പൊതുരാഷ്ട്രീയം തന്നെയാണ് വിഷയം. വർഗീയ രാഷ്ട്രീയത്തിന്റെ വികാസവും അതിന്റെ പ്രതിരോധ പ്രവർത്തനവും രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന വർഗീയ കക്ഷികളുടെ കേരളത്തോടുള്ള അവഗണനയും എല്ലാം തന്നെ ഈ വിഷയത്തിൽ ഉൾപ്പെടുന്നത് തന്നെയാണ്. ഞാൻ മറ്റു വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. ഈ ക്ലാസ് നിയന്ത്രിക്കുന്നത് അധ്യക്ഷയായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ ഏരിയ കമ്മിറ്റി അംഗവും അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ജില്ലാ വൈസ് പ്രസിഡന്റും തൃശൂർ ജില്ലാ പഞ്ചായത്തിന്റെ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർപേഴ്സണും നമുക്കേറെ പ്രിയപ്പെട്ട മഞ്ജുളേച്ചിയാണ് ഇന്ന് ഇവിടെ ഈ ക്ലാസിന്റെ അധ്യക്ഷത വഹിക്കുന്നത്. അധ്യക്ഷയെ അധ്യക്ഷസ്ഥാനം ഏൽക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നതോടൊപ്പം തന്നെ ഈ ക്ലാസ് എടുക്കാൻ വന്ന കരീം മാഷിനെ പ്രത്യേകം നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി സ്വാഗതം ചെയ്യും. പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ, ബ്രാഞ്ച് സെക്രട്ടറിമാർ, വിവിധ ബ്രാഞ്ചുകളിൽ നിന്ന് എത്തിയിട്ടുള്ള പാർട്ടി മെമ്പർമാർ, അനുഭാവികൾ എല്ലാവരും അടങ്ങുന്ന ഈ ക്ലാസ്സിൽ എത്തിച്ചേർന്ന മുഴുവൻ സഖാക്കളെ ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷയായി സഖാവ് മഞ്ജുളേച്ചിയെ ക്ഷണിക്കുന്നു. ഈ പാർട്ടിക്ക് സബ്ജക്റ്റിൻ്റെ വെള്ളിക്കുളങ്ങരയിൽ നിന്ന് വളരെ ദൂരം കഴിഞ്ഞ് ഈ മഴ പെയ്യാൻ പോകുന്ന സന്ദർഭത്തിൽ ഈ
സയൻസിൻ്റെ നമ്മൾക്ക് വേണ്ടി ക്ലാസ് എടുക്കുന്ന നേരെ ഇവിടെ വന്നിരുന്നിട്ട് ഒരുപാട് നേരെ വരുന്ന സഹാക്കളുടെ ബുദ്ധിമുട്ട് നമ്മൾ മനസ്സിലാക്കണം. അവർ നമ്മൾക്ക് വേണ്ടിയാണ് വരുന്നത്. നമുക്ക് രാഷ്ട്രീയമായ അപൂർവകരമാണ്. RSS എത്രത്തോളം നമ്മുടെ രാഷ്ട്രീയത്തിൽ സമകാലീന രാഷ്ട്രീയത്തിൽ ഇടപെടുന്നു, ആ വർഗരാഷ്ട്രീയം നമുക്ക് എത്രത്തോളം ദോഷം വരുത്തുന്നു എന്നതിനെക്കുറിച്ചൊക്കെ നമുക്ക് എല്ലാം ഒരുപാട് ഇവിടെ അറിയാമായിരിക്കാം. പക്ഷെ എല്ലാ പേർക്കും അതിനെക്കുറിച്ച് ധാരണയില്ല. 10 വർഷത്തിന് ശേഷം നമ്മുടെ പാർട്ടി മെമ്പർമാരായ സഹാക്കൾക്ക് ഈ കാര്യങ്ങളെക്കുറിച്ച് വലിയ ധാരണയില്ല. എന്നാൽ ഈ സർവേയുടെ ഭാഗമായി ഒരുപാട് ഭാഗത്തിൽ നിന്ന് നമുക്ക് പാർട്ടി ക്ലാസ്സുകൾ വേണം. അതിലൂടെ സഹാക്കളെ രാഷ്ട്രീയ പ്രബുദ്ധരാക്കുവാനും സംഘടിതരാക്കുവാനും ആ വർഗരാഷ്ട്രീയത്തിൻ്റെ അപകടത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കുവാനൊക്കെ കഴിയണമെങ്കിൽ പാർട്ടി ക്ലാസ് ചർച്ചകളിലേക്ക് ഏൽക്കണം എന്ന തിരിച്ചറിവിൻ്റെ ഭാഗമായാണ് ഇതുമാരുടെ നിർമ്മാണ സഹാക്കൾ പ്രിൻസിപ്പലായ കുട്ടികളുടെ തീരുമാനത്തിലും ദൂരം വന്ന് നമുക്ക് വേണ്ടി ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിലേക്ക് കുറച്ച് ആൾക്കാരുണ്ടാവണം, നമ്മുടെ പാർട്ടി മെമ്പർമാരായ സഹാക്കളുണ്ടാവണം, അല്ലെങ്കിൽ ആ സശബ്ദം കേൾക്കുന്ന സഹാക്കളാവണം. അപ്പോൾ എന്തുകൊണ്ട് കഴിഞ്ഞ വർഷം നല്ലോണം സഹാക്കളുടെ പേരുണ്ടായിരുന്നു. എന്തുകൊണ്ട് പല പല കാര്യങ്ങളുണ്ടാവുമല്ലോ, ജീവിതകാലത്തേക്കിടയിൽ ജീവിക്കാനുള്ള തിരക്കിൽ മറ്റു പല പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഉണ്ടാവാറുണ്ട് ആൾക്കാർ രണ്ടോ കുറച്ച് പറ്റിപ്പോകും. അപ്പോൾ എല്ലാവരും നമ്മുടെ സഹാക്കളൊക്കെ അദ്ദേഹം വിശദമായി ക്ലാസ് എടുക്കും. ശ്രദ്ധയായിരുന്നു നമ്മൾ സശ്രദ്ധ കേൾക്കുകയും ക്ലാസ് കഴിഞ്ഞ ശേഷം മാത്രമേ എല്ലാവരും പിരിഞ്ഞു പോകാനുള്ള